അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വൈറൽ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കസ്കസ് വെള്ളത്തിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ എള്ളും കസ്കസും മാറിപ്പോകരുത്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കസ്കസ് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ. എള്ളാണെങ്കിൽ കുതിർന്ന് വരില്ല. അപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. എള്ളും കസ്കസും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എള്ള് കുറച്ച് വലുതായിരിക്കും, ഇത് നല്ല തരി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എള്ള് കഴുകുമ്പോൾ അങ്ങനെ കുതിർന്ന് പോകില്ല. കസ്കസാകുമ്പോൾ നമ്മൾ കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യത്യാസം അറിയാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ആദ്യമൊക്കെ എനിക്ക് മാറിപ്പോവായിരുന്നു. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നോമ്പിന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അരിപ്പയിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടതൊന്ന് കുതിർത്തി വയ്ക്കാം. അപ്പോൾ നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്, കുരുവൊക്കെ കളഞ്ഞിട്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും ഏലക്കയും ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഓർത്താണ്. അപ്പോൾ വീഡിയോയിലും ഈ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമായി ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാനും അതിൻ്റെ വീഡിയോ ഇട്ടതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 10 രൂപയുടെ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് പാൽപ്പൊടി കൂട്ടിയും കുറച്ചിടുക. നാരങ്ങ നീരും കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലൊക്കെ ഒഴിച്ചൊന്ന് അരിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഇഞ്ചിയുടെയും ഏലക്കയുടെ ഒക്കെ കഷ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അരിപ്പയിലൊക്കെ ഒഴിച്ചൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ പാൽപ്പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ വേണ്ടിയിട്ടാണ് പിന്നെ ഇഞ്ചി ഏലക്കയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പം ഞാനും അത് അരിപ്പയിലേക്ക് ഒഴിച്ചൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. പാൽപ്പൊടി ചേർത്തത് കൊണ്ട് വെള്ളത്തിന് നല്ല കട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വയറ് നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിക്ക വീഡിയോയിൽ ഇത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുക. ഞാനൊരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി കുറവുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പാകമായിരുന്നു കേട്ടോ. ഒരു നാരങ്ങയുടെ നീരിലാണ് ഇത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. 2-3 പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും സൂപ്പറാന്ന് പറഞ്ഞാലുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.